പുതിയ കേരള ബജറ്റ് ഇന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ ബാലഗോപാലൻ അവതരിപ്പിച്ചു നിയമസഭയിൽ. അപ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരു ഇലക്ഷനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉള്ള ഒരു കാര്യം അത്രയേ ഉള്ളൂ. അപ്പം ഇത് ഓർമ്മ വരുന്നത് പണ്ട് എനിക്ക്, അതായത് ഹിറ്റ്ലർ പണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജർമ്മനിയെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിറ്റ്ലർ ഒരു ക്യാബിനറ്റ് മീറ്റിങ്ങിന് പോവുകയാണ്. ക്യാബിനറ്റ് മീറ്റിങ്ങിന് പോയത് ഒരു ജീവനുള്ള കോഴിയും കയ്യിലെടുത്തുകൊണ്ടാണ്. ഈ കോഴിയുടെ കഴുത്ത് അയാളിങ്ങനെ കക്ഷത്ത് ഇറുക്കി വെച്ചേക്കുകയാണ്. കോഴിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് നടന്നു പോകുമ്പോൾ ചെയ്തത്, അതിൻ്റെ തൂവലുകൾ, ഈ കഴുത്തിൽ നിന്നെല്ലാം തൂവലുകൾ ഇങ്ങനെ പറിച്ച് കളയുകയാണ്. ജീവനുള്ള കോഴി അതങ്ങ് കഷ്ടപ്പെടുകയാണ്, വേദന കൊണ്ട് പൊളഞ്ഞാണ് അത് കിടക്കുന്നത്. അങ്ങനെ അതിൻ്റെ തൂവലുകളൊക്കെ മിക്കവാറും ഒക്കെ ആ കഴുത്തിൻ്റെ ഭാഗത്തുള്ള തൂവലുകൾ മുഴുവൻ പറിച്ച് കളഞ്ഞിട്ട് ഈ കോഴിയെ അവിടെ ഇട്ടു. ഈ കോഴി പേടിച്ചരണ്ട് ഇങ്ങനെ അത് മരണവെപ്രാളത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അയാൾ കുറച്ച് ധാന്യം കയ്യിലെടുത്തിട്ട് ഹിറ്റ്ലർ അതിനിങ്ങനെ കാണിച്ചു. ആദ്യം ആ കോഴി ഒന്ന് ആലോചിച്ചിട്ട് അതിന് വിശപ്പ് സഹിക്കാൻ വയ്യ. അത് അനങ്ങാതെ പതുക്കെ ചെന്നിട്ട് ഈ ഗ്രെയിൻസ് അയാളുടെ കയ്യിൽ നിന്ന് കൊത്തി തിന്നു. അപ്പോൾ ആളുകൾ അവിടെ നിന്ന് ക്യാബിനറ്റിലുള്ള ബാക്കി ആളുകളൊക്കെ ഇയാളെ പറഞ്ഞിരുന്നു, ഇതിനെ വിടണം, കഷ്ടം, ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടില്ലായിരുന്നു, അയാൾ കേട്ടില്ല. അപ്പോൾ ഇത് തിന്നു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, അയ്യോ ഇതെന്തായി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതാണ് വോട്ടേഴ്സ്, പറഞ്ഞു കൊടുത്തു. അതായത് നമ്മുടെ 4.5 വർഷക്കാലത്തോളം ഇവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യും, ഇവരെ കഷ്ടപ്പെടുത്തും, ഇവരെ ടോർച്ചർ ചെയ്യും ഈ വോട്ടേഴ്സിനെ. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവർക്ക് കുറച്ച് ധാന്യങ്ങൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ 4.5 വർഷമുള്ള ടോർച്ചർ മുഴുവൻ അവരങ്ങ് മറന്നു പോകും. എന്നിട്ട് നമുക്ക് വേണ്ടി അവർ വോട്ട് ചെയ്യും. ഇതാണ് എന്ന് ഹിറ്റ്ലർ പറഞ്ഞു. ഞാൻ ആ കഥ ഓർമ്മിച്ചെന്നുള്ളേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ അതിനകത്ത് ഈ ബജറ്റിൽ ഒരു 100 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? RRTS എന്ന് പറയുന്ന പ്രോജക്റ്റ്, അതായത് റീജിയണൽ റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പരിപാടി. പണ്ട് കേരളയിൽ നിന്ന് സിൽവർ ലൈൻ എന്നുള്ള പേരിൽ ഇവിടെ കൊണ്ടുവരാൻ വന്ന് ഓരോരുത്തരുടെ അടുക്കളയിൽ പോയി മഞ്ഞക്കുറ്റി ഇട്ടത് നമുക്കറിയാമല്ലോ. പാവങ്ങൾ ഇപ്പോഴും ആ വസ്തു വിൽക്കാനും ഒക്കുന്നില്ല, ഒന്നും ചെയ്യാൻ ഒക്കാതെ കറങ്ങി പോവാണുള്ളത്. ഇപ്പോൾ അതിന് ആ കുറ്റി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ അതിനകത്തൊരു 52.25 കോടി രൂപ അതിന് അടിച്ചു മാറ്റി. അത്രയും അങ്ങ് ചെയ്തു, ശരിയായി. അപ്പോൾ ഇനി ഇപ്പം ഇതിനകത്ത് ഈ ബജറ്റിൽ അപ്പോൾ ഇനി സിൽവർ ലൈൻ എന്നും പറഞ്ഞപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അടിയുള്ളൂ നാട്ടുകാരുടെ ഇന്ന്, അതറിയാം. കേരളയിൽ അതും എല്ലാവർക്കും വേണ്ട, അതുപോലെ ആയി. അപ്പോൾ ഇനി പുതിയൊരു പരിപാടി അങ്ങ് ഇറക്കി. കാരണം ഈ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ ശ്രീധരനെ മുൻനിർത്തി ഒരു പ്രോജക്റ്റ് എടുക്കുകയാണ്, അതിവേഗ റെയിൽ. അതായത് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് 3.25 മണിക്കൂർ കൊണ്ട് പോകാം, 22 സ്റ്റേഷനുകളിൽ നിർത്തിയിട്ട്. അത്രത്തോളം അതിവേഗ റെയിൽ എന്ന് പറഞ്ഞാൽ 200 കിലോമീറ്റർ വേഗത, മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത ഇതിലുള്ള ഒരു സിസ്റ്റം. അത് സ്റ്റാൻഡേർഡ് ഗേജാണ് അതും. അപ്പോൾ അത് മുഴുവൻ ഈ തൂണിൻ്റെ പുറത്തൂടെ പോകുന്നത്, അതായത് ഓവർ ഹെഡാണ് എല്ലാം. ആൾക്ക് ഒരുപാട് സ്ഥലമൊന്നും അതിന് ഏറ്റെടുക്കേണ്ട, ആ പില്ലറിൻ്റെ സ്ഥലം മാത്രം എടുത്താൽ മതി. ഇതിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഇവർക്ക് നിയന്ത്രിത അളവിൽ അതിൽ കൃഷി ചെയ്യാനുള്ള അവകാശമുണ്ട്, എല്ലാം എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ രീതിയിൽ കെട്ടമൊന്നും കെട്ടാൻ ഒക്കത്തില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ മാത്രം ഒരു നിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ ഏറ്റെടുക്കുക ഭൂമി, അതേ ഉള്ളൂ. അത് കുറച്ച് എളുപ്പമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രോജക്റ്റ് നല്ലതായിരിക്കും. ബാക്കി കുറച്ച് ഭാഗങ്ങൾ അത് തുരങ്കപ്പാതയായിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു സിസ്റ്റം ആണ് ഈ ശ്രീധരൻ കൊണ്ടുവരാനിരിക്കുന്നത്. അപ്പോൾ അതിന് 5 വർഷം മതി പ്രോജക്റ്റ്. 1 ലക്ഷം കോടി രൂപ അതിൻ്റെ ചിലവ് വരും. അപ്പോൾ അതിന്
ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് DPR തയ്യാറാക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. റെയിൽവേ മന്ത്രി E. ശ്രീധരന് അനുവാദം കൊടുത്തിട്ടുണ്ട് DPR തയ്യാറാക്കാൻ. അദ്ദേഹം പൊന്നാനിയിൽ അതിനൊരു ഓഫീസ് തുറന്നിട്ട് അതിൻ്റെ പണികൾ ഇപ്പോൾ തുടങ്ങുകയാണ്. അത് 5 വർഷം കൊണ്ട് തീരും. നേരെ മറിച്ചിപ്പോൾ ഈ റീജിയണൽ റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പുതിയ പരിപാടി ഇപ്പോൾ നമ്മളിവിടെ കേരള ഗവൺമെൻറ് ഇത് കഴിഞ്ഞപ്പോൾ കൊണ്ടുവരാൻ പോവുകയാണ്. അതിന് 12 വർഷം എടുക്കും സമയം. അപ്പോൾ ഈ 12 വർഷം കൊണ്ട് ഇത്രയും കാശും ചിലവാക്കി ഒക്കെ ഈ പണിയൊക്കെ ചെയ്യണം. അതിൻ്റെ ഉപയോഗം ആൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 12 വർഷം കാത്തിരിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അതിന് ബജറ്റിൽ ഒരു 100 കോടി രൂപ അങ്ങ് വരെ വകയിരുത്തിയിട്ടുണ്ട്. എന്തിനെന്നറിയാം? പ്രാരംഭ ചെലവുകൾക്ക്. പ്രാരംഭ ചെലവെന്ന് പറഞ്ഞാൽ എന്തുവാ അതിൻ്റെ പ്രാരംഭ ചെലവെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അതിന് DPR തയ്യാറാക്കാൻ പോലും ഈ സർക്കാരിൻ്റെ കാലത്ത് നടക്കാൻ പോകുന്നില്ല. കാരണം ഇനി വന്നാൽ 3 മാസമേ ഉള്ളൂ. ഈ 3 മാസത്തിനകത്തൊന്നും DPR തയ്യാറാക്കി തീരത്തില്ല. പിന്നെ എന്തിന് 100 കോടി രൂപ ഇതിന് ബജറ്റിൽ വകയിരുത്തി? ഇടക്കാല ബജറ്റിൽ ഒന്ന് ആലോചിക്കേണ്ടതല്ലേ? അപ്പോൾ ആ 100 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോൾ അത്യാവശ്യമായിട്ട് ബാക്കി മറ്റേതിൽ നിന്ന് ഇനി അടിക്കാനൊന്നും കിട്ടുന്നില്ല. അപ്പം ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചു മാറ്റിക്കൊണ്ടിറങ്ങി പോകാം എന്നുള്ള പരിപാടിയായിരിക്കാം ചെയ്യുന്നത്. ഏതായാലും ശരി, നമ്മളിനി ബന്ധപ്പെടണം. എന്താണെന്ന് പറയുക, ഇതും പേടിച്ചിരിക്കണം. ഈ RRTS എന്ന് വരുന്നു, എതിലേക്കൂടെ പോകുന്നു, ആരുടെയൊക്കെ അടുക്കളയിൽ ഇനി കയറി മഞ്ഞക്കുറ്റി അടിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതും ഈ പ്രോജക്റ്റ് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ശ്രീധരൻ്റെ ആ യഥാർത്ഥത്തിൽ ആ കൺസെപ്റ്റ് തന്നെയാണ് ഇതിനകത്ത് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മോഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള അതേ കൺസെപ്റ്റാണ് ഇതിനകത്തും കൊണ്ടുവന്നേക്കുന്നത്. സ്റ്റാൻഡേർഡ് ഗേജാണ്. ഈ തൂണിൻ്റെ പുറത്തുകൂടെ തന്നെ പോകുന്നത്. കൂടുതലും ഒരു 70% കൂടുതൽ 80% ഇത് ഓവർഹെഡാണ്. ബാക്കിയുള്ള ഭാഗം അണ്ടർഗ്രൗണ്ട്. ആ രീതിയിലാണ് ഇതും വിഭാവനം ചെയ്യുന്നതെന്ന് പറയുന്നു. ഏതായാലും ഇതിന് ഇനിയിപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വേറെ അനുമതിയൊന്നും വലുതായിട്ടൊന്നും വേണ്ടി വരികയല്ല. ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇത്. പക്ഷേ ഇതുമായിട്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇത് നമുക്ക് ചെയ്തു തരുന്നെങ്കിൽ പിന്നെ എന്തിന് ഇതുമായിട്ട് മുമ്പോട്ട് പോകണം? ഇത് കാരണം നമ്മുടെയൊക്കെ നടുപൊടിക്കുന്നതല്ലേ വീണ്ടും വീണ്ടും ചിലവുണ്ടാക്കുന്നത്. ഈ ചിലവുണ്ടാക്കി ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോയിട്ട് വല്ല കാര്യമുള്ളതാണോ? അതിവേഗ റെയിലല്ലേ യഥാർത്ഥത്തിൽ അതിലും നല്ലത്. പിന്നെ ഉള്ള റെയിൽ അതിനും സ്പീഡ് കൂട്ടത്തക്കവണ്ണം യഥാർത്ഥത്തിൽ വളവുകൾ നിവർത്താനും ഒക്കെ ഉള്ള സ്ഥലമൊക്കെ ഏറ്റെടുത്ത് കൊടുക്കണം. അതല്ലേ വേണ്ടത്. അതിന് പകരം ഈ പുതിയ പ്രോജക്റ്റും കൊണ്ടുവന്ന് വീണ്ടും നമ്മുടെ നടപടിക്കുക. കാരണം കടമെടുക്കും, ഇഷ്ടംമാതിരി കടമെടുക്കും, നമ്മുടെ മേളിലെ അനാവശ്യമായ ബാധ്യതകൾ അടിച്ചേൽപ്പിക്കും. ആ രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് പോകുന്നത്. കേന്ദ്രമായിട്ട് മത്സരിക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ്. മത്സരിക്കാൻ ഒക്കത്തില്ല. കാരണം ഈ ശ്രീധരൻ്റെ അതിവേഗ പാത പ്രോജക്റ്റും ഈ പറയുന്ന RRTSും കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റേത് എന്തുകൊണ്ടും മികച്ചതാണ്. അപ്പോൾ അതുമായിട്ട് നമുക്കിത് താരതമ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല. ഈ ഐഡിയ ഒന്നും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഗോഷ്ഠി കൂട്ടി ആളുകളെ ഇന്ന് ഉള്ള പൈസ ആളുകളെ ഉപദ്രവിക്കുക, അവരുടെ അടുക്കള കയറി കൂട്ടിയടിക്കുക, അതിനുള്ള പരിപാടിയാണ് ഈ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ശരിയല്ല ഈ ചെയ്യുന്നതൊന്നും. ബജറ്റിൽ ഞാൻ കണ്ട സ്വാഗതാർഹമായ 1-2 കാര്യങ്ങൾ അത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല. ആശമാർക്ക് അവർക്ക് അവരുടെ ഓണറേറിയം ഒരു 1000 രൂപ വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. വളരെ നല്ലതാണ്. 1000 രൂപ കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. അതായത് ദിവസം ഒരു 33 രൂപ വരും. ഇന്നാളും അതാ കിട്ടിയേ. 33 രൂപ അവർക്ക് വർദ്ധിപ്പിച്ച് ബാക്കി ആളുകൾക്ക് കൊടുത്ത കൂട്ടത്തിൽ നോക്കൂലി കിട്ടുന്നവർക്ക് കൊടുക്കുന്ന പൈസ തന്നെയാണ് അവർക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഒരു 1000 രൂപ അതൊന്നും ആവത്തില്ല. ഒരു 5000 രൂപയുടെ ഒരു വർധന ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്തൊരു അന്തസ്സുണ്ടായിരുന്നു. അതില്ല, പോട്ടെ, സാരമില്ല. എന്നാലും അവർക്ക് അത്രയും ആയല്ലോ ആശ്വാസം. അതുപോലെ തന്നെ ഈ പാചക തൊഴിലാളികൾക്ക് സ്കൂളിൽ പാചകം നടത്തുമല്ലോ, അവർക്ക് ഒരു പ്രതിദിനം ഒരു 25 രൂപ കൂട്ടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അതും കൊള്ളാം.
പ്രീ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അവർക്ക് അത് അവരുടെയും ശമ്പളം ഏതാണ്ട് ഇതുപോലെ ഒരു 1000 രൂപ കൂട്ടുന്നത് വളരെ നല്ല കാര്യമാണ്. ഇവരൊക്കെ കിട്ടാൻ അർഹതയുള്ള ആളുകളാണ്. അത് ഒരു സംശയവുമില്ല, അവർക്കൊക്കെ അത് കിട്ടണം. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്കായിട്ട് പണം ഏതാണ്ട് 1000 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്, അതിനൊന്നും സംശയമില്ല. ഇതെല്ലാം വോട്ടിനകത്ത് നോക്കിക്കൊണ്ട് ചെയ്യുന്നതാണ്. ഞാനെൻ്റെ ഹിറ്റ്ലറുടെ കഥ പറഞ്ഞത് ഇവിടെ ഓർക്കേണ്ടതുണ്ട് അതിനകത്ത്. ഇനി ഇതിപ്പോൾ ഈ സ്ത്രീകളുടെ കണ്ണീര് വീഴുന്നിടം മുടിഞ്ഞു പോകത്തേ ഉള്ളൂ, നന്നാവത്തില്ല എന്നൊരു പഴഞ്ചൊല്ല് പണ്ടെല്ലാവരും പറയാറുണ്ട്. കൊച്ചുനാൾ മുതലേ ഞാൻ കേൾക്കുന്നതാണിത്. എന്ന് പറഞ്ഞ പോലെ ഈ ആശമാരുടെ കണ്ണീരുണ്ടല്ലോ, നമ്മൾ കണ്ടതാണ്. തലയും മുട്ടയടിച്ച് അവരെ എത്ര മാസങ്ങൾ അവർ തെരുവിൽ ഇങ്ങനെ കിടന്നതാണ്, വെയിലും മഴയൊക്കെ കൊണ്ട് കിടന്നതാണ്. എന്നിട്ട് അവർക്ക് ഇത് ഈ കണ്ണ് അതിനകത്ത് ഒരലിവും മനസ്സലിവും ഇവർക്ക് ആർക്കും തോന്നിയില്ല. ഇപ്പം ചെറുതായിട്ട് ഒന്ന് തോന്നി തുടങ്ങി. കാരണം എന്താ, ഈ ഇലക്ഷൻ വരുന്നു. അത് കഴിഞ്ഞ് നിലമ്പൂർ ഇലക്ഷൻ നമ്മൾ കണ്ടു, ഉണ്ടായ കാര്യം എന്താണെന്ന്. അതിനകത്ത് ഒരുപാട് പ്രതിഫലിച്ചു ഈ ആശമാരുടെ പ്രശ്നം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ, അതിനകത്തെല്ലാം ഈ ആശമാരുടെ പ്രശ്നം പ്രതിഫലിച്ചു. ഇവർക്ക് ഈ ദിവസം 33 രൂപ കൂടുതൽ കൊടുത്തതുകൊണ്ട് ഇനി ഒരു പ്രത്യേകതയൊന്നും ഉണ്ടാവുമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. കാരണം ഇത്രയും നാൾ ഇവരെയിട്ട് കഷ്ടപ്പെടുത്തിയതിന് സമാധാനം പറഞ്ഞേ പറ്റൂ. അത് ജനങ്ങൾ മറക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ നേരത്തെ ഹിറ്റ്ലറുടെ കഥ പറഞ്ഞ മാതിരി അവസാനം ഇട്ട് കഷ്ടപ്പെടുത്തി 4.5 വർഷം ഇട്ട് കഷ്ടപ്പെടുത്തിയതിന് ശേഷം, ഇപ്പോൾ 4.5 അല്ല, ഇപ്പോൾ 4.25 ഇട്ട് കഷ്ടപ്പെടുത്തിയതിന് ശേഷം ബാക്കി ഉള്ളത് എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ അത് കുത്തി തിന്നുന്ന ആളുകളാണ് മലയാളികൾ എന്ന് കരുതരുത്.